പോത്തിറച്ചിയും കൂർക്കയും വെച്ചുള്ള കറിയുടെ വീഡിയോ ആണ് ചെയ്യുന്നത്. അതിനാദ്യമായിട്ട് 2 കിലോ പോത്തിറച്ചി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുത്ത് അതിനുശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടികളെല്ലാം ഇറച്ചിയുടെ എല്ലാവിടെയും ആവുന്ന തരത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ ഇത് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് സവോള 4 സവോള ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് 6 പച്ചമുളക് അരിഞ്ഞത്, 8 ചെറിയ വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില എല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം കുക്കർ അടച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. കൂർക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി വെച്ച് അരിഞ്ഞെടുത്തതിന് ശേഷം ഇറച്ചി നന്നായി വെന്തതിന് ശേഷം അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൂർക്കിട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. കൂർക്കയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം അടച്ച് വെച്ച് ഒരു വിസിൽ അടിച്ച് വേവിക്കുക. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കറുകപ്പട്ട, ഗ്രാമ്പു, പെരിഞ്ചീരകം എല്ലാം ഇട്ടതിന് ശേഷം അതിലേക്ക് 2 സവാള അരിഞ്ഞതും, പച്ചമുളക് അരിഞ്ഞതും, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അടച്ചു വെച്ച് വേവിക്കുക. അതിന് ശേഷം സവാള നന്നായി വഴറ്റി വന്നതിന് ശേഷം അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചതച്ച മുളക് പൊടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പൊടികളെല്ലാം മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്കയും ഇറച്ചി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അവസാനം കറിവേപ്പില ഇട്ട് കൊടുക്കുക. രുചികരമായ കൂർക്ക ബീഫ് കറി റെഡിയായി.